കോൺഫിഡൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതുണ്ട് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ഈ ട്രെയിനിങ്ങിലെ സിലബസ് എന്തൊക്കെയാണ്? ഏത് സിലബസിൻ്റെ ബേസിസിലാണ് നിങ്ങളിവിടെ പഠിപ്പിക്കുന്നത്? ഇതിൽ ഒരു ആവറേജുകാരനായ ഒരു +2 കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ 18 വയസ്സായ ഒരു സാധാരണക്കാരന് ആദ്യമായി മൊബൈൽ ഫോണിലേക്ക് പെട്ടെന്ന് കയറി വരുന്നില്ല. കാരണം അവനൊരു ബേസിക് നോളജ്, ഇലക്ട്രോണിക്സിലെ ഒരു ബേസിക് നോളജ് വേണം. അപ്പോൾ ഒരു ബേസിക് ഇലക്ട്രോണിക്സ് എന്ന ഒരു മൊഡ്യൂൾ ഒരു മാസം കൊണ്ട് തീർക്കുന്നതും, അടുത്ത മാസത്തേക്ക് കമ്പ്യൂട്ടറിനെ പറ്റി ഒരു ഐഡിയ വേണം. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ എന്ത്, സോഫ്റ്റ്വെയർ എന്ത് എന്നൊരു ബേസിക് ഐഡിയ വേണം. ഇതൊക്കെ നേരത്തെ പഠിച്ചവർക്ക് ബാക്കിയുള്ള പാർട്ട് മാത്രം പഠിപ്പിച്ചു കൊടുക്കും. അറിയാവുന്ന കുട്ടികളുണ്ടാകും, കമ്പ്യൂട്ടറിനെ പറ്റിയൊക്കെ അറിയുന്ന കുട്ടികൾക്ക് ബാക്കിയും പഠിപ്പിച്ചു. ഇങ്ങനെ 2 മാസം കൊണ്ട് ബേസിക് ഐഡിയാസ് കംപ്ലീറ്റ് തീരും. അങ്ങനെ 3ാമത്തെ മൊഡ്യൂളിലേക്ക് കയറുമ്പോഴാണ് ബേസിക് മൊബൈൽ ഫോൺ, അതിൻ്റെ തിയറി, അതിൻ്റെ പ്രാക്ടിക്കൽ, ബ്ലോക്ക് ഡയഗ്രാം, സർക്യൂട്ട് അനലൈസേഷൻ, അതുപോലെ മൊബൈൽ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ, ടൂൾസ്, അതിൻ്റെ ഉപയോഗങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ്, ടെസ്റ്റിങ് എന്നീ വിഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ആ 3 മൊഡ്യൂളും കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് മൊഡ്യൂൾസാണ്. ഓരോ ഫോണിൻ്റെ റിപ്പയറിങ് എങ്ങനെ, എന്തെല്ലാം കംപ്ലൈൻറ്റുകളാണ് വരുന്നത്, കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് എന്ത് പരാതിയാണ് വരുന്നത്, ഇതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ മാസവും ഒരു ടെക്നിക്കൽ മീറ്റ് നടത്തും. അപ്പോൾ ക്വാളിഫൈഡ് ആയ, എക്സ്പീരിയൻസ്ഡ് ആയ ടെക്നീഷ്യന്മാരുടെ ഒരു മീറ്റിംഗ്, ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. അപ്പോൾ അവരുടെ ചർച്ചകളിൽ ഇവർക്ക് പങ്കെടുക്കുമ്പോൾ നല്ലൊരു പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഒരു റിയൽ പിക്ചർ ഈ സ്റ്റുഡൻറ്റിന് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു സിലബസ് രീതി. You also have Jio is also you also have Jio is also ഉയർന്ന അക്കാദമിക് യോഗ്യതയില്ലാതെ തന്നെ മൊബൈൽ ടെക്നോളജി കോഴ്സിന് ചേരാനാവും. എങ്കിലും ഡിപ്ലോമ, PG കോഴ്സുകൾ പൂർത്തിയാക്കിയവർ മൊബൈൽ ടെക്നോളജി കോഴ്സ് പഠിച്ചാൽ പ്രമുഖ കമ്പനികളിൽ ജോലി നേടുക എളുപ്പമാണ്. അപ്പോൾ സാറ് ഈ കോഴ്സുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ തന്നെ അവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, പെൺകുട്ടികൾ ഇത്തരം കോഴ്സുകൾ ചെയ്യാൻ വരുന്നില്ലേ, അതോ ഈ കോഴ്സുകൾക്ക് പെൺകുട്ടികൾക്ക് പ്രവേശനമില്ലേ? പല ആളുകളും ചോദിച്ച ഒരു ചോദ്യമാണിത്. കമ്പനിയുടെ തുടക്കം 98 മുതൽ ഇതുവരെ ആയിട്ട് തുടക്കത്തിൽ എണ്ണപ്പെട്ട പെൺകുട്ടികൾ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഒരു കോഴ്സ് പഠിപ്പിച്ച് കൊടുക്കുക എന്ന് മാത്രമായിരുന്നു കമ്പനിയുടെ ലക്ഷ്യം. ഒരു 5-6 മാസം കൊണ്ട് പഠിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുക. അങ്ങനെ പുറത്തിറങ്ങിയ കുട്ടികൾ എവിടെയും എത്തുകയില്ല എന്ന് കമ്പനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് അങ്ങനെ ഒരു കോഴ്സ് പഠിപ്പിച്ച് പുറത്തിറങ്ങുന്ന പദ്ധതി അവസാനിപ്പിച്ച് അവർക്ക് ട്രെയിനിങ്ങും OJTയും എക്സ്പീരിയൻസും നൽകി വിവിധ സംസ്ഥാനങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഒരു എക്സ്പീരിയൻസും നേരെ ശരിക്കും ഹോം സിക്നെസ് ഒക്കെ മാറി സ്വന്തമായി പാചകം ചെയ്ത് ഷർട്ടും മുണ്ടും അലക്കി അവർ ഒറ്റയ്ക്ക് താമസിച്ച് പഠിക്കുന്ന ഒരു ഐഡിയയിലേക്ക് മാറിയപ്പോൾ പെൺകുട്ടികൾക്ക് അത് അത്ര പ്രാക്ടിക്കൽ അല്ല നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ഇതുപോലെ ഡൽഹിയിലേക്ക് അയച്ച് അവിടെയൊന്നും സ്വന്തമായി താമസിച്ച് ആ ഒരു റിസ്ക് എടുക്കാൻ കമ്പനി തയ്യാറല്ലാത്തത് കൊണ്ട് തൽക്കാലം പെൺകുട്ടികളെ ഇതിന് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാറില്ല. അല്ലാതെ പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റാത്തതല്ല, അവർക്ക് വന്ന് പഠിക്കാം, സ്വന്തമായൊരു ജോലി കണ്ടെത്തുമെങ്കിൽ അവർക്ക് വന്ന് പഠിച്ച് പോകുന്നത് കൊണ്ട് ഒരു വിരോധവും ഇല്ല. കാരണം എന്റർപ്രണറാണ് സ്ത്രീകൾ, ഒരുപാട് എന്റർപ്രണേഴ്സ് ഉണ്ട് ഇപ്പോൾ ഈ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ
അങ്ങനെ ഒരു ടേസ്റ്റ് ഉള്ള ഒരു പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും ഈ ഒരു ട്രെയിനിങ് ഓഫ് കോഴ്സ് അവർക്ക് വന്ന് പഠിക്കാൻ പെൺകുട്ടികൾക്ക് പറ്റുന്ന ജോലിയാണിത്. കാരണം വലിയ ബുദ്ധിമുട്ട് പിടിച്ച ജോലിയല്ല. ഒരു ചെയറിൽ ഇരുന്ന ഒരു വൈറ്റ് കോളർ ജോബ് എന്ന രീതിക്ക് മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ആൻഡ് സർവീസിങ്ങിനെ കാണാൻ പറ്റും. അത് പെണ്ണിന് യോജിച്ചതാണ്. പക്ഷേ ഞങ്ങളുടെ ബ്രിഡ്കോനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ട്രെയിനിങ് മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരിക്കലും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ല. അവരെ പഠിപ്പിച്ച് എക്സ്പീരിയൻസോട് കൂടിയാണ് പുറത്തിറക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് താമസിക്കലും മറ്റൊരു സർവീസ് സെൻറ്റർ ഫ്രാഞ്ചൈസിയിലെ ഒരു ഓണറെ കീഴിലേക്ക് അയക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസ്ക് കമ്പനിക്ക് ഏറ്റെടുക്കാൻ അല്പം പ്രയാസമാണ്. അതുകൊണ്ടാണ് പെൺകുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. അതർവൈസ് പെൺകുട്ടികൾക്ക് പഠിച്ചാൽ വളരെ നല്ലതാണ്, അവർക്ക് ജോലി കിട്ടും. ഇപ്പം മൊബൈൽ വിപണിയിലാണെങ്കിലും ലേറ്റസ്റ്റ് ട്രെൻഡ്സുകളാണ്. ഓരോ ആഴ്ചയ്ക്കും പുതിയ പുതിയ ട്രെൻഡുകൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥിക്ക് പുതിയ പുതിയ ട്രെൻഡുകൾ പരീക്ഷിക്കാനുള്ള അവസരം നിങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുന്നുണ്ടോ? സിലബസിൽ പഠിച്ച ഒരു മൊബൈൽ ഫോൺ ഒരു ബേസിക് മോഡൽ ആദ്യം പഠിക്കും. അല്ലെങ്കിൽ ആ കുട്ടി പഠിക്കുന്ന അതുവരെ ഇറങ്ങിയ മോഡലുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ കുട്ടിയെ പഠിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്, പ്രാക്ടിക്കലും തിയറിയും. അതിനുശേഷം കുട്ടി ഒരു വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം ആ എക്സ്പീരിയൻസ് നേടുമ്പോഴും ഇറങ്ങിയ മോഡൽ ആ കുട്ടിക്ക് കയ്യിൽ വരും. അതിനുശേഷം കുട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു പുതിയ മോഡൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇതിനു വേണ്ടി കമ്പനി ഒരു പ്രത്യേക GD വെച്ചിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാ മാസവും നിലവിലുള്ള ടെക്നീഷ്യന്മാർക്ക് കമ്പനിയിൽ വന്നുകൊണ്ട് ആ GDയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കമ്പനി ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഒരു ഓൺലൈൻ GD എന്ന് പറയുന്ന ഒരു സംവിധാനവും ഇന്ന് സ്ഥാപനം ഒരുക്കിയിട്ടുണ്ട്. ഇൻ്റർനെറ്റ് വഴി ഏത് മോഡലിനെ പറ്റി സംശയങ്ങൾ ചോദിക്കാനും അതെങ്ങനെ തുറക്കുക, ഇതിൻ്റെ ഫോൾട്ട് എന്ത് എന്ന് ഇന്ത്യയിലും വിദേശത്തുള്ള നൂറുകണക്കിന് ടെക്നീഷ്യന്മാരുമായി കണ്ട് സംസാരിക്കാൻ വരെ അല്ലെങ്കിൽ അവരോട് ചാറ്റ് ചെയ്യാൻ വരെ ഒരു ഓൺലൈൻ സപ്പോർട്ട് സംവിധാനം കമ്പനി ഒരുക്കിയിട്ടുണ്ട്. മോറോവർ ഒരു ടെക്നോളജി എവർ ചേഞ്ചിങ് ടെക്നോളജി എന്നാ പറയാം. ഇന്നത്തേതല്ല നാളെ ഇങ്ങനെ മാറും. പക്ഷേ ഒരു ബേസിക് ഐഡിയ കിട്ടിയ തിയറിയും പ്രാക്ടിക്കലും കിട്ടിയ ഒരു കുട്ടിക്ക് അതിലും വരുന്ന വളരെ പെട്ടെന്നുള്ളൊരു മാറ്റം ഒരു ചെറിയ ഒരു ഐഡിയ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു ചാറ്റിങ്ങിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ കൂടെ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രധാന വ്യത്യാസം. മറ്റൊരു പ്രോഡക്റ്റ് പോലെ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പുതിയൊരു സാധനം വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാൻ വലിയ പ്രയാസം. പക്ഷേ മൊബൈൽ ഫോൺ അങ്ങനെയല്ല, അതിന് പഠിച്ചുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഒരു ഓൺലൈൻ സപ്പോർട്ട് കമ്പനി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്.